പരിശുദ്ധമായ പരിപാവനമായ ഈ റമദാനിൻ്റെ ഇന്ന് മഗ്‌രിബിന് മുമ്പ് നമ്മുടെ വലത് കൈ നെഞ്ചത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഹൃദയ സാന്നിധ്യം കിട്ടാനാ, അങ്ങനെ വെച്ചിട്ട് നിങ്ങളൊന്ന് ആത്മാർത്ഥതയോടുകൂടി ചുരുങ്ങിയതൊരു 17 പ്രാവശ്യം വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത്, നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഒരു സിമ്പിൾ ആയത്ത്, ആ ആയത്ത് 17 വട്ടം ഓതാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഒരുപാട് നേട്ടമാണ്. ഞാൻ നേട്ടങ്ങൾ ഒരുപാട് ഈ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലായി കിട്ടുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് സാമ്പത്തിക തകർച്ചയിലാണ്, എപ്പോഴും രോഗമാണ്. അതായത് ഒരുപാട് സമ്പത്ത് കിട്ടുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ ചിലവായി പോകുന്നെന്നറിയില്ല. അതുപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് എപ്പോഴും രോഗം, ഭർത്താവിന് എപ്പോഴും രോഗം, ഭാര്യയ്ക്ക് എപ്പോഴും രോഗം, ഇങ്ങനെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കൂടോത്രം, സിഹിർ, കരിനാക്ക് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പ്രശ്നത്തിലാണ്. ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറ്റും. ഒരു മന്ത്രവാദിയുടെ അടുക്കലും പോകണ്ട, കൂടോത്രം ബാത്തിലാക്കാൻ ഒരു ഉസ്താദിന്റെ അടുക്കലും നിങ്ങൾക്ക് പോവേണ്ടി വരില്ല, നിങ്ങൾക്ക് തന്നെ മാറ്റാം. നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് ഒരു 17 വട്ടം ഈ ആയത്ത് നിങ്ങൾ ഓതാൻ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് എല്ലാ പ്രയാസം മാറും ഇൻഷാ അല്ലാഹ്. അത് ഏതാണ് ആ ആയത്ത്, എങ്ങനെയാണ് അത് ഓതേണ്ടത്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, വിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ 10 വിട പറയാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് മഗ്‌രിബിന് മുമ്പ് ഒരു 17 വട്ടം വിശുദ്ധമായ ഖുർആനിലെ ചെറിയ ഒരു ആയത്ത്, ഈ ആയത്ത് ഒരാൾ 17 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ, നമ്മുടെ മക്കൾ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കണ്ണേറുകളുണ്ടോ, സിഹിറുണ്ടോ, കൂടോത്രമുണ്ടോ, കരിനാക്കുണ്ടോ, കൊതിയുണ്ടോ, അതിൽ നിന്നെല്ലാം വളരെയധികം രക്ഷ കിട്ടാൻ മഗ്‌രിബിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു 17 വട്ടം ഓതാൻ പറ്റിയാൽ പറയപ്പെട്ട എല്ലാ ഇടങ്ങേറുകളും അള്ളാഹു മാറ്റിത്തരുന്നതാണ്. ഏതാണ് ആ ആയത്ത് എന്ന് പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു സ്വലാത്ത്. ആ സ്വലാത്ത് പറയുന്നതിന് മുമ്പ് ഇന്ന് പല ആളുകളും വലിയ ചർച്ചയിലാണ്. വിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ 10 ഒരു ആവേശം നമുക്ക് പതിയെ പതിയെ കുറഞ്ഞു വരികയാണ്. പല ആളുകളും തറാവീഹ് നമസ്കാരം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഇപ്പോൾ IPL ക്രിക്കറ്റ് കളി നടക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റ് ഏകദേശം ഒരു തറാവീഹിൻ്റെ സമയത്താണ് കളി ആരംഭിക്കുന്നതും അതുപോലെ തന്നെ അത് അവസാനിക്കുന്നതും, ഏകദേശം ആ ഒരു ടൈമിലാണ്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇനി നിസ്കരിക്കാൻ വന്നാൽ തന്നെ ഓരോ 2 റക്അത്ത് തറാവീഹ് നമസ്കാരത്തിന് ശേഷം റൺസ് എത്രയായി, ആരാണ് ഔട്ടായത്, ആരാണ് ബോൾ എറിയുന്നത്, ഏത് ടീമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർക്ക് അതിൻ്റെതായ ടെൻഷനുകളാണ്. അതുപോലെ തന്നെ ഭൂരിഭാഗം പള്ളിയിലും നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, സുബ്ഹി നമസ്കാരത്തിന് ശേഷം, ളുഹറിന് ശേഷം, ചിലപ്പോൾ ളുഹറിന് മുമ്പ് ഒരു 11:30 ആകുമ്പോൾ നമ്മുടെ പള്ളിയുടെ വരാന്തയിൽ കാണാം, പ്രത്യേകിച്ച് അസറിന് ശേഷം, പിന്നെ മഗ്‌രിബിന് തൊട്ട് മുമ്പ്, പിന്നെ തറാവീഹ് നമസ്കാരത്തിന് ശേഷം, മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഒക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പള്ളിയിലുണ്ട്. പള്ളിയിൽ ഇരിക്കുന്നത് കൊണ്ടല്ല കുഴപ്പം, പക്ഷെ പള്ളിയിൽ ഇരുന്നിട്ട് വേണ്ടാത്ത വർത്തമാനമാണ് പറയുന്നു. രാഷ്ട്രീയ ചർച്ചകളാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്, LDF ജയിക്കോ, UDF ജയിക്കോ, ഇപ്രാവശ്യം BJP കയറോ, പിന്നെ അതിൻ്റെതായ ചർച്ചകൾ. അതായത് പരിശുദ്ധമായ പള്ളിയിൽ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 70 സുബ്ഹാനല്ലാഹ് പറഞ്ഞ പ്രതിഫലം കിട്ടേണ്ട അതിശ്രേഷ്ഠമായ ആ സമയങ്ങളിലൊക്കെ വെറുതെ ഒരു ഗുണവുമില്ലാത്ത വേണ്ടാത്ത ചർച്ചകൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഇതുവരെ റമദാനിൽ ചെയ്ത എല്ലാ അമലുകളും വേഗത്തിൽ പൊളിച്ചു കളയുന്ന തരത്തിലുള്ള സംസാരമാണ് പല ആളുകളുടെ വായിൽ നിന്നും വരുന്നത്. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ് അടുത്ത മാസം, അതൊന്നും വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്തിനാണ് ഇവരെ കൊണ്ടുപോയി ഇലക്ഷൻ വെച്ചിരിക്കുന്നത്? ഇവിടെ ഒരു ചർച്ച, ഇവിടെ ഈ കാക്കാമാർ ചർച്ച ചെയ്തിട്ട് ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല. ഇവരിങ്ങനെ ചർച്ചയാണ്. നമ്മുടെ സാമുദായിക നേതാക്കളും മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വരുന്നതിന് എതിരെയായി ഒരുപാട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, അവരതിന് എതിരെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ രാഷ്ട്രീയമായ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് നടക്കുമ്പോൾ നമ്മളിവിടെ പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചർച്ചയാണ്, വെറുതെ വേണ്ടാത്ത ചർച്ചയാണ്. ആ ചർച്ച ഇങ്ങനെ പോയി പലരുടെയും പച്ചയിറച്ചി തിന്നിട്ട് റമദാൻ നഷ്ടപ്പെട്ടു
നഷ്ടപ്പെടുത്തുന്ന, പള്ളിക്കുള്ളിൽ വെച്ച് തന്നെ റമദാനിൻ്റെ പുണ്യം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ഇക്കാമാര്, ഒരുപാട് വാപ്പമാര് നമ്മുടെ പള്ളിയുടെ ഓരോ മൂലയിലും മുക്കിലുമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് റമദാനിൻ്റെ പുണ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പ, ഏതെങ്കിലും ഒരു സഹോദരൻ ഇത്തരത്തിൽ പള്ളിയുടെ മുമ്പിലിരുന്ന്, പള്ളിയുടെ വരാന്തിലിരുന്ന് ഈ വേണ്ടാത്ത വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ പടച്ചോനോർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പറയണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളുടെ നാവാണ്. സൂക്ഷിച്ചാൽ നമുക്ക് വലിയ ഗുണമുണ്ടാകും. ഇനി പറയണമെങ്കിൽ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയാം. റമദാനാണ്, നാവ് നല്ലതുപോലെ സൂക്ഷിക്കണം. എത്രയോ ആളുകളാണെന്നറിയോ പള്ളിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കും. ഞാൻ ചോദിച്ചു, എന്താ പോകുന്നില്ലേ? എൻ്റെ പൊന്നുസ്താദ്, ഇപ്പോൾ പോയാൽ ആയിരിക്കുന്ന കാർന്നോമാർ കണ്ടോ, അവരെന്നെ റോസ്റ്റ് ചെയ്യുമെന്ന് പറയണം. കാർന്നോമാരെന്നെ റോസ്റ്റ് ചെയ്യുമെന്ന്. കാരണം അത്രമാത്രം ഒരാൾ നടന്നു പോയാൽ അയാൾ അങ്ങനെയല്ല, അവൻ്റെ വാപ്പ ഇങ്ങനെ, അവൻ്റെ ഉമ്മ ഇങ്ങനെ, ഇതിങ്ങനെ ചർച്ച നടക്കുകയാണ്. രാഷ്ട്രീയ ചർച്ച കഴിഞ്ഞ് ഇപ്പോൾ പുതിയ സിനിമാ ചർച്ചകളിലേക്ക് പോയിരിക്കുകയാണ്. ആട് ജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ അത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ പറയുന്നു, ഉസ്താദ് റമദാനാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും സിനിമ കാണാൻ പറ്റില്ല. അപ്പോൾ ആ സിനിമയുടെ ആ റിവ്യൂ, അതിൻ്റെ ആ ഒരു തിയേറ്റർ റെസ്പോൺസ് കാണുന്നു, അതൊക്കെ കാണുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച് പല ആളുകളും വരാറുണ്ട്. ഞാൻ പറയട്ടെ, ഈ പരിശുദ്ധമായ റമദാനിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് മാറ്റിവെച്ചിട്ട് ഇപ്പൊ പറയുന്നത് എന്താ? ഉസ്താദെ, ആട് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം കഥയാണെന്നാണ്, അതൊരു ഹലാലായ കഥയാണെന്നാണ്, ഹലാലായ സിനിമയാണെന്നാണ് പറയുന്നത്. എന്ത് നിങ്ങൾ പറഞ്ഞാലും ഒരു ഇമാം എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധമായ റമദാനാണ്. എന്ത് ഹലാലാണെങ്കിലും അതിലെല്ലാം വലിയ ഹറാമുണ്ട്. എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ. വെറുതെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സമയം പോകാമെന്ന് മാത്രം. അതുകൊണ്ട് വിശുദ്ധമായ റമദാനിന്റെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട സുപ്രധാനപ്പെട്ട രാവുകൾ ഇതാ നമ്മളിലേക്ക് വരികയാണ്. ഈ സമയത്ത് രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഒന്ന് മാറ്റിവെക്കണേ. അതുപോലെ തന്നെ സിനിമാ ചർച്ചകളൊന്ന് മാറ്റിവെക്കണേ, IPL-ന്റെ ചർച്ചകളൊന്ന് മാറ്റിവെക്കണേ, നാട്ടു സംസാരങ്ങളൊന്ന് മാറ്റിവെക്കണേ. അതിശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട ഈ സമയത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. ഏതാണ് ആ സ്വലാത്ത്? നമ്മളെല്ലാവരും ചൊല്ലുന്ന സ്വലാത്താണ്. ദിവസത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവനിക്ക് തരുന്നത് 10,000 നന്മകളാണ്. അതുപോലെ 10,000 ഗുണങ്ങളാണ്, 10,000 ദറജകളാണ്, 10,000 പദവികൾ അള്ളാഹു ഉയർത്തി തരുമെന്നാണ്. 10,000 പാപങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പ് നൽകുമെന്നാണ്. 10,000 ഞാനൊരു സംഖ്യ പറഞ്ഞു എന്ന് മാത്രം, പക്ഷെ പടച്ചോനാണ് തരുന്നത്. 10,000 അല്ല, അതുപോലെ 20,000 അല്ല, അതുപോലെ 1,00,000 അല്ല, 10 കോടിയല്ല, അള്ളാഹു നമുക്ക് വേണ്ടുവോളം തരും. അതുകൊണ്ട് സ്വലാത്തിന്റെ കാര്യം മറന്നു പോവണ്ട. റമദാനിൽ എന്നല്ല, അല്ലാത്ത സമയങ്ങളിലും നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരാണ്. പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത്, സ്വലാത്തു നൂരിയ, സ്വലാത്തു ഞാരിയ, സ്വലാത്തു തിബ്, സ്വലാത്തു താജ്, സ്വലാത്തുൽ കൻസ്, ഇങ്ങനെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത സ്വലാത്തുകൾ നമ്മൾ ഓതാറുണ്ട്. ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ചൊല്ലിയിട്ടുള്ള, നിങ്ങളൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന ഒരു സ്വലാത്ത് ഉണ്ടല്ലോ. ഏതാണ് ആ സ്വലാത്ത്? സ്വലാത്തുൽ ഫാത്തിഹ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ അർത്ഥം ഉസ്താദെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് 2-3 ആളുകൾ ഒരൊറ്റ വീഡിയോയുടെ താഴെ കമന്റ് ആയി എഴുതിയിട്ടുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ് ഞങ്ങൾക്കറിയാം ഉസ്താദെ, അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ അർത്ഥവും ഒന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾ ചൊല്ലുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞ് ചൊല്ലിയാൽ അത് വലിയ റാഹത്താണല്ലോ എന്ന് 2-3 ആളുകൾ ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥം നമ്മൾ പറയാൻ പോവുകയാണ്. ഈ സ്വലാത്ത് മഹാനായ സയ്യിദ് അലവി അൽ മാലിക്കി മക്ക റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഹറമിൽ ദർസ് എടുത്ത വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ഈ സ്വലാത്തുൽ ഫാത്തിഹ് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് 10,000 സ്വലാത്ത് ചൊല്ലിയ കൂലിയാണ്. പിന്നെയോ നരകത്തിൽ നിന്നും അവൻ നിർഭയനാണ്. 100 പ്രാവശ്യം ഈ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാൽ അവന്റെ ഹൃദയത്തിന്റെ മറകൾ നീങ്ങും. മാത്രമല്ല, അവൻ എന്ത് ദുആ ചെയ്താലും വേഗത്തിൽ അല്ലാഹു ദുആ സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല, ഒരു ദിവസം അവൻ 17 വട്ടമോ, ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു 33 പ്രാവശ്യമെങ്ങാനും ഈ സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങളെ കൊണ്ട് ഓതാൻ പറ്റുമോ എങ്കിൽ പിന്നെ നിങ്ങളുടെ മരണത്തെപ്പറ്റി നിങ്ങൾക്ക് ഒരു ബേജാറും വേണ്ട. എപ്പോൾ മരിച്ചാലും നിങ്ങളുടെ മരണം റാഹത്തായ മരണമായിരിക്കും. കാരണം മരിക്കുന്ന സമയത്ത് അള്ളാഹിന്റെ ഹബീബിന്റെ സപ്പോർട്ട് നമുക്കുണ്ടാകുമെന്നാൽ, നബിതങ്ങളെ കണ്ടുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ആ അധരങ്ങൾ കണ്ട്, നബിതങ്ങളുടെ മുഖം കണ്ടിട്ട് സന്തോഷത്തോടെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് തരും. അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെല്ലാവരും ചൊല്ലുന്നതാണ്. ഇനി ചൊല്ലാത്ത ആളുകൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ശ്രേഷ്ഠതയും
ഇപ്പം നമ്മൾ പറഞ്ഞു, അതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അത് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനെയാ സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ചൊല്ലുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിക വൽ ഖാതിമ ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. എൻ്റെ ഉമ്മമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ, പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം, അത് വെറും വെള്ളിയാഴ്ചയല്ലല്ലോ, റമദാനിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ഈ ദിവസം ഒരു മനുഷ്യൻ 33 പ്രാവശ്യം നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ പറ്റുമോ? ഈ സ്വലാത്തുൽ ഫാത്തിഹ പറ്റുമോ? എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ബേജാറും വേണ്ട. മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട്, സ്വർഗം നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരും. അല്ലാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ. അർത്ഥം എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിക, എങ്ങനെയുള്ള നബിയാണ്? അടക്കപ്പെട്ട ഒന്നിനെ തുറന്നു തരുന്ന നബിയാൻ, അടക്കപ്പെട്ട ഒന്നിനെ തുറന്നു തരുന്ന നബിയാൻ. വൽ ഖാതിമ ലിമാ സബക, കഴിഞ്ഞുപോയ ഒന്നിനെ പൂർത്തീകരിച്ചു തരുന്ന നബിയാണ്. അതുപോലെ തന്നെ നാസിറിൽ ഹഖ് ബിൽ ഹഖ്, സത്യം കൊണ്ട് സത്യത്തെ സഹായിക്കുന്ന മുത്തു നബിയാണ്. വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, അല്ലാഹുവേ നിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ സന്മാർഗം കാണിക്കുന്ന, ഞങ്ങളെ നയിച്ചു തരുന്ന മുത്തായ റസൂലാണ്. ആ റസൂലിനും വഅലാ ആലിഹി, അവിടുത്തെ കുടുംബത്തിനും നീ ഗുണവും രക്ഷയും ചെയ്യണേ. ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം, അല്ലാഹു നിന്റെ മഹത്തായ അവിടുത്തെ അളവിൻ്റെയും വലിപ്പത്തിൻ്റെയും അർഹതക്കനുസരിച്ച് റബ്ബേ നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. ഒന്ന് പറഞ്ഞ്, എല്ലാവരും ഒന്ന് പറഞ്ഞ് സ്വലാത്തുൽ ഫാത്തിഹ ഒന്ന് പറഞ്ഞ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിക വൽ ഖാതിമ ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിക വൽ ഖാതിമ ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. ബസ്. ചില ആളുകൾ ചൊല്ലുമ്പോൾ ഇതിൻ്റെ ചില ഹർക്കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ വരാം ചില വാക്കുകളിൽ, എന്നാലും കുഴപ്പമില്ല. അതെന്താണ്? സ്വലാത്തുൽ ഫാത്തിഹ തന്നെ. അപ്പോൾ സ്വലാത്തുൽ ഫാത്തിഹ മറന്നു പോവണ്ട. ഇനി ഇന്നത്തെ ഈ ദിവസം ഒരു 17 പ്രാവശ്യം, വെറും ചുരുങ്ങിയത് 17 ഓതാൻ പറ്റുന്നില്ല ഉസ്താദ്, ഞങ്ങൾക്ക് സമയമില്ല എന്നൊക്കെ ആളുകൾ പറയുകയാണെങ്കിൽ ഒരു 11 പ്രാവശ്യം. 11 പറ്റുന്നില്ലേ? കുറഞ്ഞത് 7 പ്രാവശ്യം. 7 കുറക്കരുത്. ഒരു 7 പ്രാവശ്യം അല്ലെങ്കിൽ 11 പ്രാവശ്യം അല്ലെങ്കിൽ കൂടിയത് 17 പ്രാവശ്യം. ഇന്ന് മഗ്രിബിന് മുമ്പ് ഒരു മനുഷ്യൻ അവൻ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാൽ, ഏതാണ് ആയത്ത് എന്നറിയോ? നമ്മളെല്ലാവരും എല്ലാ നമസ്കാരത്തിന് ശേഷം ഓതുന്ന ആയത്തുൽ കുർസി. അയ്യേ, ആയത്തുൽ കുർസിയാണോ എന്ന് ചില ആളുകൾ ചോദിക്കാം. അങ്ങനെ അയ്യേ ആയത്തുൽ കുർസി ആണോ എന്ന് ചോദിക്കേണ്ട. അതെ, ആയത്തുൽ കുർസിയാണ്. ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി അവൻ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന എത്രയോ നേട്ടങ്ങളാ. വിശുദ്ധമായ ഹദീസിന്റെ കിതാബുകളിൽ ഒരുപാട് നേട്ടങ്ങളാണ് ആയത്തുൽ കുർസി നിത്യമാക്കുന്നവന് കിട്ടുന്നത്. ഒരാൾ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്, അവൻ അവന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവൻ പഠിക്കാൻ വേണ്ടി പോകുന്നു, ഇന്റർവ്യൂവിന് പോകുന്നു, ഗൾഫിൽ പോകുന്നു. നമ്മുടെ ഈ സദസ്സ് കാണുന്ന ഒരുപാട് പ്രവാസികളായ സഹോദരിമാരെ സഹോദരങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും സലാമത്തും ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ. പിന്നെ ഇപ്പോൾ നമ്മളെക്കാൾ ഒരു നോമ്പ് മുന്നിലാണ് അവർ പോകുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല റമദാനും നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും അല്ലാഹു പരിപൂർണമായി ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഒരാൾ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉദ്ദേശിച്ചവൻ ഇറങ്ങിയാൽ, അവൻ ഇറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയിട്ടാണ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതെങ്കിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം 70,000 മലക്കുകൾ അവന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും അവൻ തിരിച്ചു വീട്ടിലെത്തുന്നത് വരെ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരാൾ വുദൂ എടുത്തതിന് ശേഷം ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ അവനിക്ക് അള്ളാഹു കൊടുക്കുന്നത് 70 ദറജ പദവികൾ അള്ളാഹു അവനിക്ക് ഉയർത്തി കൊടുക്കുന്നതാണ്. ഒരു മനുഷ്യൻ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി അവൻ ഓതുന്നത് നിത്യമാക്കിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറയുമില്ല, ഒരൊറ്റ മറ മാത്രമാണ്. അത് മരണമെന്ന
മറയാണ്. മരണമെന്ന മറ നീങ്ങിക്കഴിഞ്ഞാൽ, അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ അവൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. പിന്നെയോ ഇതൊക്കെ ഹദീസാണ് കേട്ടോ. ഹദീസിന്റെ ആശയം മാത്രം ഞാൻ ഓടിച്ചു പറയുന്നു മാത്രം. വീടിന്റെ സിറ്റൗട്ടിൽ വെച്ചോ, റൂമിൽ വെച്ചോ, ഹോളിൽ വെച്ചോ, അടുക്കളയിൽ വെച്ചോ ഒരാൾ ഈ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ 30 ശൈത്താന്മാർ അവന്റെ വീടിനെ തൊട്ട് ഓടുന്നതാണ്. പിന്നെയോ ആയത്തുൽ കുർസി പതിവായി ഓതുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. അതുപോലെ തന്നെ ശൈത്താന്റെ ചതി വലയങ്ങളെ തൊട്ട് അള്ളാഹുവിന്റെ കാവലുണ്ടാകുന്നതാണ്. ഉറങ്ങുന്ന സമയത്തെങ്ങാനും ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അവൻ ഉണരുന്നത് വരെ ഒരു മലക്കിനെ അള്ളാഹു ഏൽപ്പിക്കുന്നതാണ്. എന്നിട്ട് ആ മലക്കിനോട് പറയും, മലക്കേ നീ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുക, ദിക്ർ പറയുക, തസ്ബീഹ് പറയുക, അതിന്റെ എല്ലാം പ്രതിഫലം ഈ ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കുന്ന ഈ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് നീ കൊടുക്കണമെന്ന് അള്ളാഹു ആ മലക്കിനോട് പറയുമെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പരിശുദ്ധമായ റമളാനിന്റെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിനമാണ്. ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ചെയ്താൽ ഒരുപാട് നേട്ടം കിട്ടുന്ന ഒരു അമലാണ് ആയത്തുൽ കുർസി. ഇന്ന് മഗ്‌രിബിന് മുമ്പ്, ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ശനിയാഴ്ചയാവാം അല്ലെങ്കിൽ ഞായറാഴ്ചയാവാം, എന്ന് കണ്ടാലും നിങ്ങൾ കാണുന്ന ദിവസം, പ്രത്യേകിച്ച് ഇന്നാണെങ്കിൽ ഇന്ന് മഗ്‌രിബിന് മുമ്പ് എൻ്റെ ഉമ്മച്ചിമാരെ, എൻ്റെ വാപ്പമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ. 17 പ്രാവശ്യം ആയത്തുൽ കുർസി നെഞ്ചിൽ കൈവച്ചിട്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ? നെഞ്ചെന്ന് പറയാൻ ഹൃദയമാണ് ഉദ്ദേശിക്കുന്നത്. ഹൃദയം എവിടെയാ? നമ്മുടെ ഇടതുഭാഗത്തിൽ ഏകദേശം ഹൃദയം ഇരിക്കുന്നത്. ഒരു സഹോദരൻ ദ്വാരക്കാൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ മകൻ അത്ഭുതകരമായിട്ടാണ് അവൻ ജനിച്ചത്, അവൻ്റെ ഹൃദയം ഇരിക്കുന്നത് വലതുഭാഗത്താണ്. അതും വലതുഭാഗത്ത് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് പോലെയല്ല, തിരിഞ്ഞാണ് ഹൃദയം ഇരിക്കുന്നത്. നമുക്കിപ്പോൾ ശ്വാസം എടുക്കാനും നിശ്വസിക്കാനും ശ്വാസകോശമുണ്ട്. ആ മകന് ഒറ്റ ശ്വാസകോശം, അതിലൂടെയാണ് ശ്വാസം വലിക്കുന്നതും നിശ്വസിക്കുന്നതും. നമുക്ക് 2 വാൽവ് ഉണ്ടെന്നാണ്, ആ കുട്ടിക്ക് ഒറ്റ വാൽവേ ഉള്ളൂ. പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആ മകൻ്റെ എല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളും മാറ്റി എല്ലാവിധ റാഹത്തും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം നെഞ്ചത്ത് കൈവച്ചിട്ട്, എൻ്റെ ഉമ്മ ഇന്ന് മഗ്‌രിബിന് മുമ്പ് നിങ്ങളെ കൊണ്ട് ഒരു 17 പ്രാവശ്യം ഈ ആയത്തുൽ കുർസി ഓതാൻ പറ്റുമോ? പറ്റിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ കണ്ണേറ് എന്തുണ്ടോ അത് മാറ്റും. അപ്പോൾ പറയും, ഉസ്താദ് ഞങ്ങൾക്കൊന്നും കണ്ണേറില്ല, അതൊക്കെ അന്ധവിശ്വാസം, അങ്ങനെയൊന്നും പറഞ്ഞ് തള്ളല്ലേ. അൽ ഐനു ഹഖ്ഖുൻ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഐൻ ഹക്കാണ്, കണ്ണേറ് സത്യമാണ്. അതുപോലെ കൂടോത്രം, അതൊക്കെ ചെയ്യുന്ന ആൾ അതൊന്നും ചെയ്യാൻ പാടില്ല. ഇസ്ലാമിൽ ഭയങ്കര തെറ്റാണത്, അന്ന് ചെയ്യാൻ പാടില്ല. സിഹർ ചെയ്യാൻ പാടില്ല. പക്ഷെ അത് ചെയ്താൽ ഏൽക്കും, അത് സത്യമാണ്, അത് ഏൽക്കും. നബിതങ്ങൾക്ക് പോലും ഏറ്റില്ലോ. എത്രയോ സ്വഹാബിമാർക്ക് സിഹർ ചെയ്ത ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഉള്ളതാണ്. പക്ഷെ അതിൻ്റെ അനന്തരഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഇത് എത്രയോ കുടുംബങ്ങളാണ് അങ്ങനെ അനുഭവിക്കുന്നത്. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. സിഹർ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും അത് വൻ പാപമാണ്, അത് സബുൽ മുബിഖാത്തിൽ പെട്ടതാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുക. അപ്പം അത്തരത്തിൽ കണ്ണേറ്, സിഹർ, കൂടോത്രം, അതുപോലെ കരിനാക്ക്, അതുപോലെ മാനസികമായ ടെൻഷനുകൾ, ഇതുപോലുള്ള എന്ത് അസ്വസ്ഥതയുണ്ടോ 17 പ്രാവശ്യം നിങ്ങളൊന്ന് ആയത്തുൽ കുർസി ഓതി നോക്ക്. ഏത് ഉസ്താദിൻ്റെ അടുക്കൽ ചെന്നാലും, ഏത് മന്ത്രവാദിയുടെ അടുക്കൽ ചെന്നാലും, അത് കള്ളത്തരമുള്ള മന്ത്രവാദിയാവട്ടെ, സത്യമുള്ള ആളാവട്ടെ, ഏത് സയ്യിദന്മാരുടെ അടുക്കൽ ചെന്നാലും, ഏത് ഉസ്താദുമാർ തങ്ങന്മാരുടെ അടുക്കൽ ചെന്നാലും, അവരൊക്കെ മന്ത്രിക്കുന്ന സമയത്ത് ആദ്യം അവർ ഓതുന്നത് സൂറത്തുൽ ഫാത്തിഹ, പിന്നെ ഓതുന്നത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിക്ക് അത്രമാത്രം ഫളീലത്തുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ ആയത്തുൽ കുർസിയായിട്ട് പറയാറുണ്ട്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇന്ന് പരിശുദ്ധമായ റമളാനിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിനമാണ്. ഇനിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്വലാത്തിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഒരു ആയത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തും ഈ ആയത്തും നിത്യമായി നമുക്ക് ചൊല്ലാനുള്ള തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ റമളാൻ 2-ാമത്തെ 10 തീരാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. അനാവശ്യമായ ചർച്ചകൾ, അനാവശ്യമായ സംസാരങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, മഗ്ഫിറത്തിന് ചോദിക്കുക. അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. നമ്മൾ പറയുന്ന, നമ്മൾ കേൾക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഷർറ്, ബല, മുസീബത്ത്, ആപത്ത്, സിഹർ, കണ്ണേറിനെ തൊട്ട് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. ഒരുപാട് ആളുകളാണ് പഠിച്ചോനെ, ഞാനിത് എങ്ങനെ കണക്ക് പറയുമെന്ന് അറിയില്ല. ഓരോ വീഡിയോക്ക് താഴെയും എത്രയോ ആളുകളാണ് ദുആ വസിയത്ത് പറയുന്നത്. റബ്ബേ നീ എല്ലാം അറിയുന്നവനാണ്. പലതും
വായിക്കാൻ പോലും പറ്റുന്നില്ല, എത്രയോ കമൻറ്റുകളാണ്. എന്നെയൊക്കെ വിശ്വസിച്ചായിരിക്കും ഓരോ ആളുകൾ ഇങ്ങനെ കമൻറ്റ് എഴുതുന്നു. റബ്ബേ, നീ അവരുടെയൊക്കെ മനസ്സിൽ എന്ത് മുറാദുണ്ടോ അത് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. എന്തെല്ലാം വിഷമങ്ങൾ ആരെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ അള്ളാഹുവെ. ആരൊക്കെ വിഷമങ്ങൾ പറഞ്ഞോ അതുപോലെ പറയാത്തവരുണ്ടോ, എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവരാണ്. എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ രക്കുന്നുണ്ട്. എൻ്റെ രഹസ്യമായ ദുആയിൽ നിങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നമ്മുടെ ഈ ചാനലിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങളും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.